ഹലോ ഹായ് എവരിബഡി. അങ്ങനൊരു കറുത്ത രൂപം വരുന്നുണ്ട്. സാരിയാണ്, ബ്ലാക്ക് സാരി. ഞാനിങ്ങനെ ഒരു കുളത്തിലേക്ക്, കുളം ദൂരത്തുനിന്ന് കാണാനാണ് പോകുന്നത്. അങ്ങനെ വാഴയും പുല്ലും കാടും എല്ലാം താണ്ടി, മരം വെട്ടിയതെല്ലാം താണ്ടി ഇങ്ങനെ പോവാണ്. ഇതാ സൂപ്പർ സൂപ്പർ സ്ഥലം. പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്ത് കുളിച്ച് ഉരുണ്ട് നിരങ്ങിയ സ്ഥലത്തേക്ക്. ഇതാ നമ്മളെ പഞ്ചവടി പാലെല്ലാം കിടന്ന് പോയി അമ്പലത്തിലെത്തി. അമ്പലത്തിൻ്റെ സൈഡിലൂടെ കുളം ലക്ഷ്യം വെച്ച പോക്കാണേ, ഒറ്റ പോക്കാണ്. അങ്ങനെ എനിക്ക് കുളം കാണാൻ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒറ്റ ഓട്ടാന്ന് ഇനി കുളത്തിലേക്ക് ഓട്ടിപ്പോവും. പക്ഷേ ഞാൻ ഒരിക്കലും കുളത്തിൽ എടുത്ത് ചാടണമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ എന്നെ കുളത്തിലേക്ക് ഇറക്കി. ഇതാ ഇറങ്ങുന്നു. കുറേ ഉണ്ണിക്കണ്ണന്മാരവിടെ തുള്ളുന്നുണ്ട്. എന്നാലും ഞാനങ്ങ് ഇറങ്ങി. അയ്യോ സൂപ്പർ മഴ. സാരി ഉടുത്ത് കുളിക്കാൻ ഇറങ്ങുന്ന ആദ്യത്തെ വനിത എന്ന പേരോടുകൂടി ഞാൻ കുളത്തിലേക്ക് ഇറങ്ങി. എന്ത് വേണമെന്നറിയാതൊരു നമ്പൂരി ശങ്കയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാം. കുഞ്ഞുമക്കളോട് ഞാൻ വീണ പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 150 കിലോ കണ്ടിട്ട് പിള്ളേർ പഠിച്ചോടി. ആ വെള്ളം കണ്ട ആക്രാന്തം ഈ കാണുന്നത്, വെള്ളം കണ്ട ആക്രാന്തം. അമ്മോ, നീർക്കോല് കുഞ്ഞിനാരും നീന്തൽ പഠിപ്പിക്കണ്ടല്ലോ അല്ലേ. ഇതാ ഒരു നെസ്റ്റ് മുങ്ങല്. അമ്പോ, ഇതെന്തൊരവസ്ഥയാണ് വെള്ളം കണ്ടിട്ട്. 6 മാസമായിട്ട് കുളിക്കാത്ത അവസ്ഥയാണ് കുളത്തിലിറങ്ങിയിട്ട്. അയ്യോ, ഇപ്പൊ ഒരു മോൻ പറയാന്നേ, സ്റ്റെപ്പ് എത്ര വരെ ഉള്ളൂ എന്ന്. പാവം, അതാ അതിലേ വരുന്നുണ്ട്. ഞാൻ അവരെ പ്രൊട്ടക്ഷനിലാണ് നീന്തിയത്. അവരാണ് ഹീറോയിൻസ്. എന്താ അവര് എനർജറ്റിക് ആയിട്ട് തുള്ളുവാണ്. അവരെ പ്രായത്തിൽ ഞാൻ തുള്ളിയ ഓർമ്മയാണ് ഞാനും തുള്ളിയത്. കുളം കാണുമ്പോൾ ഒരൊറ്റ തുള്ളൽ. നല്ല നീലാകാശം, നീലവെള്ളം, കൂലോത്തെ കുളം. ഇന്നത്തെ നെക്സ്റ്റ് കൂലോത്തെ കുളം. സൂപ്പർ സൂപ്പർ. കണ്ടോ, എവിടെ കൊണ്ടിട്ടാലും കയറും, എവിടെ കൊണ്ടിട്ടാലും ഞാൻ കയറും. ഇത്ര തടിയുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നു. ഈ മുഖത്ത് മഴ ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊരു വല്ലാത്ത ഫീല്. മഴവെള്ളത്തിൽ മുഖത്തും കൂടി ഇങ്ങനെ സ്ഫടികച്ചില്ലിലിങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കുന്ന പോലെ നമ്മളെ മുഖത്തിങ്ങനെ തെറിക്കുന്നു. അതിനൊരു വേറൊരു ഭംഗി, ഒരു എൻജോയ്മെൻറ്റ്. അന്നേരം ഡ്രസ്സ് ഒന്നും നോക്കിയില്ല. ഇരുന്ന് ആസ്വദിക്കാന്ന്. വീഡിയോഗ്രാഫറോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. വീണ്ടും ഒരു നീന്തൽ. എന്നാലിങ്ങനെ ഇത്ര വെയിറ്റിൽ പിന്നൊക്കെ വെച്ച് സാരി ഉടുത്തിട്ടുള്ളൊരു നീന്തൽ, അതൊരു വല്ലാത്ത നീന്തലായിപ്പോയി. ലാസ്റ്റ് പടയാണ്. ആ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ ചളിയായിരിക്കും. 4ാമത്തെ സ്റ്റെപ്പിലിരുന്നിട്ട് സർക്കസ്.
നന്ന 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 സൂപ്പർ സൂപ്പർ സൂപ്പർ. നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു 25 വർഷം ബാക്കിലേക്ക് പോയി. ഒരു 25 വർഷം 30 വർഷം ബാക്കിലേക്ക് പോയി. അന്ന് ഞാൻ തുള്ളിയ പോലത്തെ കുട്ടികളാണ് ഇപ്പം തുള്ളുന്നത്. ഒരു കിളവി അല്ലേ? പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല, മനസ്സ് നമുക്ക് ചെറുപ്പമായാൽ മതി. എന്താ അന്നേരം ഇതുപോലെയൊക്കെ കളിക്കാൻ പറ്റും. എന്താ മുങ്ങാങ്കുഴിയിട്ടല്ലോ മുങ്ങാങ്കുഴിയിട്ടല്ലോ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എൻ്റെ കയറാൻ തോന്നില്ല. ഓ, ഒരു വല്ലാത്ത ഫീല്. കുടിക്കാൻ തോന്നുന്ന വെള്ളം കുടിക്കാൻ. 35-30 വർഷം മുന്നേ, 90 ആ സമയത്തൊക്കെ പോയി നീന്തി തുടിച്ച് കുളിച്ച് അങ്ങനെ നമ്മൾ ഇന്നത്തെ കുളി മതിയാക്കി. മാറ്റാനൊന്നും എടുത്തിട്ടില്ല. പിന്നെ മഴ കൊള്ളാനൊരു മോഹം. മുഖത്ത് വീണ്ടും മഴ കൊണ്ടു. അയ്യോ, മുഖത്ത് മഴ കൊണ്ട് എന്തോ വല്ലാത്തൊരു മുഖത്ത്. പിന്നെയും വെള്ളത്തിലേക്ക് തന്നെ കയറാൻ തോന്നില്ല. പിന്നെയും വെള്ളത്തിൽ പോയിരുന്നു, മുഖം കഴുകി. ശരിക്കും എനിക്ക് ഈ മുഖം കഴുകുന്ന കാണുമ്പോൾ എന്തോ പഴയ എന്തോ എവിടെയോ എത്തിയിട്ട് വന്നു, ഒന്നും പറയണ്ട. ഷോ, അങ്ങനെ മനസ്സോടെ മതിയാക്കി. മനസ്സോടെ മതിയാക്കി. ഇനി അവിടെ ഒരു പഴയ അമ്പലമാണ്. ആ അമ്പലത്തിൻ്റെ ഒരു പരിസരത്തേക്കെല്ലാം പോയി അവിടെയുള്ള അറ്റ്മോസ്ഫിയർ ഒന്ന് ഗ്രാസ്പ് ചെയ്തെടുത്തു. അവിടെ ഒരു വെള്ള പൂക്കളുള്ളൊരു ചെടി, അതെല്ലാം ആസ്വദിച്ചു. ഇനി അവിടെ ഒരു കാവ്, സർപ്പക്കാവുണ്ട്. അതിൻ്റെ ഉള്ളിൽ തേങ്ങയൊക്കെ വീണിട്ടുണ്ട്. ഇതൊരു വല്ലാത്ത നൊസ്റ്റ സ്ഥലം. അങ്ങനെ ആ ചളിയിൽ ചവിട്ടി കാല് ഞാനൊന്ന് കഴുകി. അയ്യോ, എന്താ സീനല്ലേ. ഓ, ബൈ 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 ബൈ.